യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ശുശ്രൂഷ നിങ്ങളുടെ ഏവരുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്നത് റോമലേഖനം 8-ാം അധ്യായത്തിൽ നിന്നുമാണല്ലോ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ 29-ാമത്തെ വാക്യം വായിച്ച് ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നിത്യ പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ആ നിത്യ പദ്ധതിയിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവന്റെ പുത്രനായ യേശുവിന്റെ സാദൃശ്യത്തോട്, സ്വരൂപത്തോട് നമ്മൾ സദൃശ്യന്മാരായി തീരണമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ, ദൈവം യഥാർത്ഥത്തിൽ മനുഷ്യനെ കുറിച്ച് ഉദ്ദേശിച്ചതായ ആ മഹത്വം, ആ തേജസ് അവന്റെ പാപം മൂലം അവൻ നഷ്ടപ്പെട്ടു പോയി. ആ സമയം മുതൽ ആ നഷ്ടപ്പെട്ട മഹത്വത്തിലേക്ക് അവനെ മടക്കി കൊണ്ടുവരിക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ദൈവത്തിന്റെ മുൻ അറിവിൽ ദൈവം മുൻകൂട്ടി തന്നെ മനുഷ്യർക്കുള്ള പദ്ധതികളെ അവൻ ഒരുക്കുവാനിടയായി തീർന്നു. ആ പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്നത്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവവചനത്തിന്റെ പഠനത്തിലൂടെയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ ദൈവവചന ചിന്ത തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയ കണ്ണുകൾ തുറക്കുവാനും ദൈവത്തിന്റെ ആ നിത്യ പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കുവാനും ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. ഞാൻ പലപ്പോഴും സംശയിക്കുന്ന കാര്യമുണ്ട്. പല ആളുകളും ചിന്തിക്കുന്നത് ദൈവം എന്ന് പറയുന്നത് അവരുടെ ദൈനംദിനേനയുള്ള ആവശ്യങ്ങൾ മാത്രം അവർക്ക് നേടിക്കൊടുക്കുന്നവനാണ് എന്നുള്ള ചിന്ത. എന്നാൽ അങ്ങനെയല്ല. ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് ദൈവത്തെ അങ്ങനെ പരിമിതപ്പെടുത്തുവാൻ സാധ്യമല്ല. കാരണം കർത്താവ് യേശുക്രിസ്തു ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തിയപ്പോൾ ദൈവത്തിന്റെ നിത്യമായ ഉദ്ദേശത്തെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തു വെളിപ്പെടുത്തുകയുണ്ടായി. അത് കർത്താവ് യേശുക്രിസ്തുവിൽ കൂടെ മാത്രമല്ല ആ വെളിപ്പാട് നമുക്ക് കാണാൻ കഴിയുന്നത്, മറിച്ച് തന്റെ അപ്പോസ്തലന്മാരിലൂടെയും ആ വെളിപ്പാടുകൾ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് റോമലേഖനം 8-ാം അധ്യായം 30-ാമത്തെ വാക്യമാണ്. ആ വാക്യത്തിലേക്ക് നമുക്കിപ്പോൾ പ്രവേശിക്കാം. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ ടേംസ് എല്ലാം ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് പാസ്റ്റ് ടെൻസിലാണ്. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, നമ്മുടെ തേജസ്കരണം ഇതുവരെ സംഭവിച്ചിട്ടില്ല. തേജസ്കരണം സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ ദൈവത്തിന്റെ മുന്നറിവിൽ ദൈവം ആ തേജസ്കരണം കണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളിൽ ആ തേജസ്കരണം നടത്തിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്നത്തെ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ഈ വാക്യത്തിൽ തന്നെ ആദ്യത്തെ ഭാഗം മുൻ നിയമിച്ചവരെ വിളിച്ചു. മുൻ നിയമിച്ചവർ, അതായത് ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം തന്റെ മുന്നറിവിൽ മുൻ നിയമിച്ചതായ ആളുകൾ, അവർ അവരുടെ ജനനത്തിലൂടെ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവർക്ക് ആർക്കും അറിയില്ല ദൈവം തങ്ങളെ തന്റെ മുന്നറിവിൽ ലോക ആരംഭത്തിൽ തന്നെ, അല്ലെങ്കിൽ ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം വിളിച്ചുവെന്നും വേർതിരിച്ചുവെന്നും നിയമിച്ചുവെന്നും എന്നുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. പക്ഷേ നമുക്ക് എങ്ങനെയാണ് ഇത് ബോധ്യപ്പെടുന്നത്? ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഒരുവൻ കർത്താവ് യേശുക്രിസ്തുവിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ആ ദൈവത്തിന്റെ നിത്യ പദ്ധതിയെക്കുറിച്ച് ആ വ്യക്തി മനസ്സിലാക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ പറയട്ടെ, ഇന്ന് വർഷങ്ങളായി ക്രിസ്തീയ പാരമ്പര്യം അവകാശപ്പെടുന്ന ആളുകൾ പോലും ദൈവത്തിന്റെ ഈ നിത്യ പദ്ധതിയെക്കുറിച്ച് വേണ്ടത്ര ധാരണയില്ലാത്തവരാണ്. അത് അവരെ കുറ്റപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമല്ല. കാരണം അവരെ നയിക്കുന്നവർ പോലും ഇങ്ങനെയുള്ള ആത്മീയ വെളിപ്പാട് ദൈവവചനത്തിലുണ്ടോ എന്നുള്ളത് അവർക്കും അറിയില്ല. പക്ഷേ നാം ദൈവത്തിന്റെ വചനം നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ, ഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ ആ നിത്യ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ അറിയണം. എന്താണ് അറിയേണ്ടത്? നിങ്ങൾ ദൈവ പദ്ധതിയുടെ ഭാഗമാണ്. ഒരു വ്യക്തി കർത്താവ് യേശുക്രിസ്തുവിലേക്ക് വരാതെ ആ വ്യക്തിക്ക് ഇത് മനസ്സിലാവുകയില്ല. മാത്രമല്ല, ഒരു വ്യക്തി ആത്മീകമായ കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള ആ ഒരു പക്വതയിലേക്ക് വന്നെങ്കിൽ മാത്രമേ അവർക്ക് ഈ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലാവരും ഭാഗ്യമുള്ളവരാ. കാരണം ഈ ദൈവത്തിന്റെ നിത്യ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മൾ ഈ ദിവസങ്ങളൊക്കെ
ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ വിളി എന്ന് പറയുന്നത് ദൈവം മുൻ നിയമിച്ചവരെയാണ് വിളിക്കുന്നത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. 3 അനുഭവങ്ങൾ. 1 വിളി, 2 നീതീകരണം, 3 തേജസ്കരണം. ഇത്രയും കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ ഉണ്ടാകണം. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിൽ ഒരു കാര്യം പോലും ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ അതിലേക്ക് വരുവാനിടയായിത്തീരണം. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ ദൈവം മുൻ നിയമിച്ചു എന്നുള്ളത്. മുൻ നിയമിക്കാത്ത ഒരാൾ പോലും വിളിക്കപ്പെടുകയില്ല. വിളിക്കപ്പെടാത്ത ഒരാൾ പോലും നീതീകരിക്കപ്പെടുകയില്ല. നീതീകരിക്കപ്പെടാത്ത ഒരാൾ പോലും തേജസ്കരിക്കപ്പെടുകയില്ല. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. നമ്മുടെ ഈ വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഫിലിപ്പിയർ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം 30-ാം വാക്യം വായിച്ചതിന്റെ ഒരു തുടക്കമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചു എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞല്ല, മറിച്ച് നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ജനനശേഷം അല്ല എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് തരുന്നതായ ഒരു വ്യക്തത. നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ക്രിസ്തുവിലാണ്. അത് ലോകസ്ഥാപനത്തിന് മുമ്പാണ് ആ ഐഡന്റിറ്റി ഉള്ളത്. അതുകൊണ്ടാണല്ലോ ദാവീദ് പറയുന്നത്, എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ലെന്ന്. അമ്മയുടെ ഉദരത്തിൽ പിണ്ഡകാരമായിരുന്നപ്പോൾ ദൈവം എന്നെ കണ്ടു എന്ന് പറയുന്നത്. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്നു എന്നുള്ളതായ വസ്തുത. നമ്മുടെ വ്യക്തിത്വം ലോകസ്ഥാപനത്തിന് മുമ്പേ ഉണ്ടായിരുന്നു എന്നുള്ളതായ സത്യം. ആ സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളിൽ ദൈവപ്രവൃത്തി ആരംഭിച്ചത് നമ്മുടെ ജനനശേഷമല്ല, മറിച്ച് യുഗങ്ങൾക്ക് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളിൽ അവൻ തന്റെ പ്രവൃത്തി ആരംഭിച്ചു. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാൻ ആഗ്രഹമുണ്ട്? ഈ ഒരു ആത്മീയ വെളിപ്പാട് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് വളരെ ആവശ്യമാണ്. ആ നല്ല പ്രവൃത്തി എന്ന് പറയുന്നതാണ് നമ്മൾ റോമർ 8:30 വായിക്കുന്നത്, മുൻ നിയമിച്ചു. ആ മുൻ നിയമനം ലോകസ്ഥാപനത്തിന് മുമ്പേ ഉണ്ടായിരുന്നു. ഇനി അടുത്തത് വിളി എന്ന് പറയുന്നത് നമ്മുടെ ജനനശേഷം, അതായത് സുവിശേഷത്താലാണ് നമ്മൾ വിളിക്കപ്പെടുന്നത്. അതാണ് നമ്മൾ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കുന്നത്. ആ ഭാഗം കൊണ്ട് നമുക്ക് ഇന്ന് ചിന്തിച്ച ശേഷം ഇന്നത്തെ ഈ വചനധ്യാനം നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. 2 തെസ്സലോനിക്കർ 2:14. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അപ്പോൾ നമ്മുടെ വിളി എന്ന് പറയുന്നത് സുവിശേഷത്താലാണ് വിളി. അത് രക്ഷയ്ക്ക് കാരണമാകുന്ന വിളിയാണ് ഈ സുവിശേഷത്തിന്റെ വിളി എന്ന് പറയുന്നത്. പരസ്യ കവലകളിൽ നിന്ന് ദൈവദാസന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ, സുവിശേഷം പ്രസംഗിക്കുമ്പോൾ കളിയാക്കുന്നവരുണ്ടാകാം. പക്ഷെ അവർ ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് ചെയ്യുന്നത്. അതും ദൈവത്തിന്റെ കൽപ്പന പ്രകാരമുള്ള ശുശ്രൂഷയാണ് ചെയ്യുന്നത്. നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വന്ന് സുവിശേഷം അറിയിക്കുന്ന ദൈവദാസന്മാർ ചെയ്യുന്ന ശുശ്രൂഷ ദൈവത്തിനു മുമ്പാകെ വലിയ മഹത്വമുള്ള ശുശ്രൂഷയാണ്. കാരണം ആ സുവിശേഷത്താലാണ് അവർ വിളിക്കപ്പെടുന്നത്. അതായത് ഇന്ന് ഈ ഭൂമിയിൽ ജനിച്ച ഏതൊരു വ്യക്തിയും സുവിശേഷം കേട്ടാണ് ദൈവത്തിന്റെ വിളിയിലേക്ക് അവർ കടന്നു വരുന്നത്. അതുകൊണ്ട് സുവിശേഷം എന്ന് പറയുന്നത് ഒരു ഇൻവിറ്റേഷൻ ആണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ കല്യാണങ്ങൾ നടക്കാറുണ്ട്. വിളിക്കാത്ത ഒരു കല്യാണത്തിന് നമ്മൾ പോകത്തില്ല. നമുക്ക് ഒരു ഇൻവിറ്റേഷൻ വേണം. സുവിശേഷം അതുപോലെയാണ്, ആളുകൾക്ക് കൊടുക്കുന്നതായ ഇൻവിറ്റേഷൻ ആണ്. പക്ഷെ ഒരു വ്യത്യാസമുള്ളത്, എല്ലാവർക്കും ഈ ഇൻവിറ്റേഷൻ കൊടുക്കുന്നു, പക്ഷേ അത് സ്വീകരിക്കുന്നവർക്ക് മാത്രമേ ആ ദൈവത്തിന്റെ വെളിയിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ, ആ വിവാഹശുദ്ധിയിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. ദൈവം ഒരുക്കുന്നതായ മഹത്തായ ആ ദിനത്തിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം
മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ആര് സുവിശേഷം പ്രസംഗിച്ചാലും അത് മാനുഷികമല്ല. സുവിശേഷം എന്ന് പറയുന്നത് ദൈവികമാണ്. ഒരുപക്ഷെ ഒരു മനുഷ്യന്റെ വായിൽ നിന്നായിരിക്കാം നമ്മൾ സുവിശേഷം കേൾക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ സുവിശേഷമല്ല, മറിച്ച് സുവിശേഷം എപ്പോഴും ദൈവത്തിൻ്റെതാണ്. ഇൻവിറ്റേഷൻ കൊടുക്കുന്നത് മറ്റുള്ളവരായിരിക്കാം, പക്ഷെ വിളി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്. നമ്മൾ കേൾക്കുന്ന സുവിശേഷം നമുക്കറിയാവുന്ന ആളുകളായിരിക്കാം നമ്മളോട് പറഞ്ഞത്. ഒരുപക്ഷെ വളരെ ആരോഗ്യമില്ലാത്ത ഒരു മനുഷ്യനായിരിക്കാം സുവിശേഷം അറിയിച്ചത്. അല്ല, സമൂഹത്തിൽ ഏറ്റവും താഴെക്കിടയിലുള്ള ഒരു വ്യക്തിയായിരിക്കും സുവിശേഷം അറിയിച്ചത്. ഒരുപക്ഷെ ഒരു ധനികനായിരിക്കും സുവിശേഷം അറിയിച്ചത്. ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നും വ്യത്യാസമില്ലാതെ സുവിശേഷം പ്രസംഗിക്കുന്ന ഏതൊരു വ്യക്തിയും അറിയിക്കുന്നത് ദൈവത്തിന്റെ വിളിയാണ്. അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതാണ് സുവിശേഷത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ഇത് ദൈവത്തിന്റെ വിളിയാണ്. ദൈവം അനുവദിച്ചാൽ ഈ ഒരു വിഷയത്തിന്റെ തുടർമാനമായ ചിന്തയിലേക്ക് നമ്മൾ അടുത്ത ദിവസം പ്രവേശിക്കുന്നതാണ്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിൽ ദൈവം നല്ല പ്രവൃത്തി ആരംഭിച്ചത് നമ്മുടെ ജനനശേഷമല്ല, നമ്മുടെ വിശ്വാസത്താൽ അറിയില്ല. ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുക. ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം നമ്മെ കണ്ടു. നമ്മളിൽ അവൻ തന്റെ പ്രവൃത്തി ആരംഭിച്ചു, നമ്മെ മുൻ നിയമിച്ചു. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ, നമ്മളുടെ ജനനശേഷം, അവൻ നമ്മെ സുവിശേഷത്താൽ വിളിച്ചു. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ആളുകൾ സുവിശേഷം കേട്ട് കർത്താവ് യേശുക്രിസ്തുവിന്റെ വിളി സ്വീകരിച്ചവർ ഉണ്ടാകാം. പക്ഷെ അതേ സമയത്ത് തന്നെ ഇന്ന് വരെയും സുവിശേഷത്താലുള്ള വിളി കേൾക്കാതെ, ഒരുപക്ഷെ സുവിശേഷം കേട്ടു പക്ഷെ അവഗണിച്ചതായ ആളുകൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നുണ്ടാകാം. അവരോടൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, മറ്റൊന്നും നോക്കാതെ, പ്രസംഗിക്കുന്നവർ ആരാണെന്ന് നോക്കാതെ, സുവിശേഷം പറയുന്നവർ ആരാണെന്ന് നോക്കാതെ, ഇത് ദൈവത്തിന്റെ ക്ഷണമാണെന്ന് കണ്ടുകൊണ്ട് അതിനോട് യേശു പറവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ, അതെ, നിങ്ങളിൽ ദൈവം തന്റെ പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുപോകും. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിക്കുകയും നീതീകരിക്കുന്നവരെ തേജസ്കരിക്കുകയും ചെയ്യും. ആ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, സുവിശേഷത്തിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കണം അങ്ങയിടയാക്കിയതിനായി നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സുവിശേഷം കേട്ട് കർത്താവിൻ്റെ വിളി അനുസരിപ്പാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഡയറക്ഷൻ ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ വിളിക്കാവുന്നതാണ്. എൻ്റെ ഈ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. ആയതിന് ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗാഡ് ബ്ലെസ് യു ഓൾ.